ഗൈസ്, വെൽക്കം ബാക്ക് ടു നിധീസ് വ്ലോഗ്സ്. നിധീസ് വ്ലോഗ്സും നിധിയാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? നമ്മളിവിടെ സുഖമായിട്ടും ഹാപ്പി ആയിട്ടും സന്തോഷത്തോടു കൂടി ഇരിക്കണം കേട്ടോ. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയൊരു കാര്യമാണ്. അതായത് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷനെ പറ്റി സംസാരിക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ എനിക്ക് അതായത് ഒരു 4 കൊല്ലത്തിനുള്ളിൽ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ, എൻ്റെ ബോഡി സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കുറച്ച് വലുതായിരുന്നു. മീൻസ് ഞാൻ ഇത്രയും തടിയുള്ള ആളായിരുന്നില്ല, എൻ്റെ സ്കിൻ ഇത്രയും ബെറ്റർ ആയിരുന്നില്ല. അപ്പൊ അതിലൊക്കെ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഫിസിക്കലി നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് മിററിൽ നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് വന്നിട്ടുള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാന്നുള്ളത്. അത് പബ്ലിക്കിനും കൂടി മനസ്സിലാവുമ്പോൾ, അതായത് പബ്ലിക് മീൻസ് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അങ്ങനെ കുറച്ചുള്ള വ്യക്തികൾ നമ്മൾ പബ്ലിക്കിന് അവരുടെ മുമ്പിലോട്ട് പോകുമ്പോൾ അവർ പറയും കുറച്ച് ചേഞ്ചസുകൾ വന്നിട്ടുണ്ടല്ലോ, സ്കിന്നിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, കുറച്ചുകൂടി ഫെയർ ടോൺ ആയല്ലോ, സ്കിൻ ടോണിൽ വ്യത്യാസം വന്നല്ലോ, സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള റാഷസുകൾ, കുഞ്ഞു കുഞ്ഞു പിമ്പിൾസുകൾ അതൊക്കെ മാറിയല്ലോ, എങ്ങനെയാ ചേഞ്ചസുകൾ വന്നതെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ് ഉപയോഗിച്ചതെന്ന് നമ്മുടെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു എന്ന് പറയുന്ന കേൾക്കും നമുക്ക് ഒരുപാട് ഹാപ്പിയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഹാപ്പി ആവുന്നത്? നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് ബാക്കിയുള്ളവർ മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കി അവർ നമ്മളോട് ചോദിക്കുമ്പോൾ എന്താ മാറ്റം വന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കും കൂടി ആ ചേഞ്ചസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് വളരെ വലുതാണ്, അല്ലേ? അപ്പൊ അങ്ങനെ 1-2 പേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ ഉപയോഗിച്ച പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തു, ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വന്ന് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീ ചെയ്ത ഇന്ന കാര്യം ഞാൻ ചെയ്തപ്പോൾ, ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിൽ മാറ്റങ്ങൾ വന്നു, കുറച്ചുകൂടി ഫെയർ ആവാൻ തുടങ്ങി, റെഗുലർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ട് എന്നൊക്കെ കുറച്ച് 2-3 ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത റെമഡിയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു 4 കൊല്ലത്തിന്റെ ഇടയിൽ എൻ്റെ സ്കിന്ന് ഒരുപാട് അങ്ങ് ചേഞ്ച് ആവുകയാണ്. സ്കിന്ന് മാത്രമല്ല, എൻ്റെ ഫിസിക്കലി എൻ്റെ ബോഡിയിലും ചേഞ്ചസുകൾ വന്നു. അത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട് വെച്ചിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുക, ഫോക്കസിങ് കൊടുക്കുക നമ്മുടെ ഫേസിലോട്ടാണ്, അല്ലെ? ഒരാൾ നമ്മളെ കാണുന്നത് ആദ്യമായിട്ട് നോക്കുന്നത് നമ്മുടെ മുഖത്തോട്ടാണ്. ഈ മുഖം എങ്ങനെ അടിപൊളിയാക്കി വെക്കാന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാലത്തും ഇങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോകുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കയ്യിലോട്ട് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കില്ല, നമ്മൾ ശ്രദ്ധ കൊടുക്കുക എങ്ങോട്ടാണ്, നമ്മുടെ ഫേസിലോട്ടാണ്. നമ്മുടെ ഫേസിൽ സ്കിൻ എങ്ങനെ അടിപൊളിയാക്കാം, മറ്റുള്ളവർ കാണുന്ന സമയത്ത് നമ്മുടെ ഫേസിലോട്ടാണ് നോക്കി സംസാരിക്കുന്നത്, നമ്മുടെ കണ്ണിലോട്ടാണ് നോക്കി സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫേസിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാവാൻ, മാറ്റങ്ങൾ എങ്ങനെ വരുത്താം എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എൻ്റെ ഈ സ്കിന്നിന്, എൻ്റെ ഇപ്പോൾ 4 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്ന സ്കിന്നിന് ഒരു തരത്തിലുള്ള ക്രീമുകളും ഒരു തരത്തിലുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ പാർലറിൽ പോയി ഒരു ക്ലീനപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരു മേക്കപ്പ് ഇടാൻ പറ്റില്ല, അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ ഉപയോഗിച്ച് എൻ്റെ സ്കിന്ന് ബെറ്റർ ആക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ പാർലറിൽ പോയിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ചില പൊട്ട തെറ്റിദ്ധാരണകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവും ഡ്രൈയും ആയിരുന്നു. അത് ഞാൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവും ഡ്രൈ ആയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു വെച്ചിരുന്നു. പക്ഷെ അതിനു വേണ്ടി ഒരു റെമഡിയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്രീമുകളോ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എൻ്റെ സ്കിന്നിൽ മാറ്റങ്ങൾ വരുത്താനോ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ, എൻ്റെ തെറ്റിദ്ധാരണ എന്താണ്, എൻ്റെ സ്കിന്നിൽ കുരുക്കൾ ഉണ്ടാവും. ഓൾറെഡി എൻ്റെ സ്കിന്നിൽ ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്, കുരുക്കളുണ്ട്, കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഉണ്ട്, പിന്നെ ഡെഡ് സ്കിന്നുകളുണ്ട്. അതൊന്നും ഞാൻ റിമൂവ് ചെയ്തിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ തംബ്നെയിൽ ആദ്യമൊക്കെയുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടി ഒന്നും കൊടുത്തിരുന്നില്ല. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വിശപ്പ് മാറാനും, നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫിറ്റ് ആവും, നമ്മൾ കൂടുതൽ കുറച്ച് തടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. സ്കിന്നിന്റെ പുറമെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതേപോലെ തന്നെ
ഉള്ളിലോട്ടും കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നില്ല, സ്കിന്നിന് വേണ്ടി ഒന്നും കഴിക്കുന്നുമില്ല, സ്കിന്നിന് വേണ്ടി പുറമെ എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും ഉപയോഗിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, പാർലർ പോയി ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞൊരു ആൻസർ എന്താന്ന് വെച്ചാൽ, ഫേഷ്യൽ എനിക്ക് പറ്റില്ല, എന്റെ സ്കിന്നിന് ഡാമേജസുകൾ വരും. അപ്പോൾ എന്റെ സ്കിന്ന് ഓൾറെഡി ഡാമേജ്ഡ് ആണ്, ഞാനത് മനസ്സിലാക്കാണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. എന്റെ മുഖത്ത് കുരുക്കളുണ്ട്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറയുന്നത്, എന്റെ ആ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ കുരുക്കള് കൂടും, അവർ കെമിക്കൽ എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പാർലറിൽ നമുക്ക് മിക്സ് ചെയ്ത് തരുന്ന എന്തെങ്കിലും കെമിക്കൽസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ കെമിക്കൽ എനിക്ക് പറ്റില്ല, അവരുടെ ക്രീമുകൾ എനിക്ക് പറ്റില്ല, അവർ യൂസ് ചെയ്യുന്ന മറ്റുള്ള പ്രൊഡക്ട്സുകൾ എനിക്ക് പറ്റില്ല, എല്ലാം കെമിക്കൽസ് ആണ്, അപ്പൊ അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു കാര്യം, എനിക്ക് അവിടുന്നാണ് ഫസ്റ്റ് എനിക്ക് കത്തുന്നത് കേട്ടോ, എന്ത് മനസ്സിലാവുന്നത്. അവര് പറഞ്ഞൊരു കാര്യം എൻ്റെ അടുത്ത്, നീ ഫേഷ്യലോ അതുപോലെ തന്നെ ക്ലീനപ്പോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ സ്കിന്നിലെ ഡെഡ് സ്കിന്നാണ് റിമൂവ് ആവുന്നത്. നിന്റെ ഫേസിലുള്ള ചളികൾ പോവും, ഡെഡ് സ്കിന്ന് പോവും, അങ്ങനെ റിമൂവ് ആയി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നാണ് കിട്ടുന്നതെന്ന് അവര് പറയാണ് നമ്മുടെ അടുത്ത്. അപ്പൊ ഞാൻ വേണ്ട, അവിടുന്ന് വിട്ടു, ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തി. ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഞാൻ സെർച്ച് ചെയ്യുന്നത് കുറെ യൂട്യൂബ് വീഡിയോസുകളും സ്കിന്നിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ, സ്കിന്നിന് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡെഡ് സ്കിൻ റിമൂവ് ആവോ, അല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ പോവോ. എന്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുഞ്ഞ് എന്താ പറയാ, നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഭയങ്കര തരിതരി പോലത്തെ കുരുക്കളായിരുന്നു കേട്ടോ. അപ്പൊ അത് മാറുമോ, അത് കൂടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് ആദ്യം തന്നെ പാർലറിലോട്ട് പോയില്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ അവരിങ്ങനെ ഫിസിഷ്യനെ കണ്ട്, ഡോക്ടേഴ്സിനെ കണ്ട്, സ്കിൻ എക്സ്പേർട്ടിനെ കണ്ടിട്ട് നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടല്ല, ഒരു കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. എൻ്റെ ഒരു സ്കിന്നിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടർ എനിക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞു തന്നു, ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്പർ 1, നമ്മൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ധാരാളം വെള്ളം കുടിക്കാം. ഞാനാണെങ്കിൽ ചെറുപ്പം മുതലേ ഒട്ടും വെള്ളം കുടിക്കില്ല, തീരെ വെള്ളം കുടിക്കാത്ത ഒരാളായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, പണ്ട് മുതലേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ, ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റൻ ആവും. അപ്പം ധാരാളം വെള്ളം കുടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ആവുകയാണ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ വെള്ളം എത്തിക്കുന്നത്. ആ സ്കിന്ന് ഡ്രൈ ആയി വരണ്ട് വിളർന്ന് കിടക്കുന്ന സമയത്ത് ചെടികൾക്കൊക്കെ ഈ വരണ്ട് കിടക്കുന്ന സമയത്ത് വെള്ളം കിട്ടുമ്പോൾ അതെന്താ ചെയ്യുക, ഒന്ന് ബെറ്റർ ആയിട്ട് വളരും അല്ലേ. അതേപോലെയാണ് നമ്മുടെ സ്കിന്നിന്റെ കാര്യം. എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നിട്ടുള്ള ഒരു ഉപമയാണ് കേട്ടോ. അപ്പോ അതേപോലെയാണ് നമ്മുടെ സ്കിന്നിന്റെ കാര്യം. നമ്മൾ എത്രത്തോളം അതിനെ നമ്മൾ ശുശ്രൂഷിക്കുന്നോ, എത്രത്തോളം ട്രീറ്റ് ചെയ്യുന്നോ, അത് അത്രയും നന്നായി റിസൾട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഒരു കാര്യം, നന്നായി വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണം എന്നാണ്. ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ടത് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ മാത്രം താൻ ചെയ്യൂ, അതിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നാണെന്ന് എനിക്കറിയായിരുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോഴും ഡോക്ടർ അത് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അവരെനിക്ക് ഇങ്ങനെ ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും പറ്റിയതായിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സിന്റെ പേര്, അതേപോലെ തന്നെ കുറച്ച് ഫേസ് വാഷിന്റെ പേരുകൾ, സൺസ്ക്രീമിന്റെ പേരുകളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ നേരെ വീണ്ടും വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലോട്ട് വീണ്ടും ചിന്തിക്കുന്നു. എന്റെ മനസ്സ് ഫുൾ ഇതാണ്, എന്തെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കുരുക്കൾ വരും, ഫുൾ എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ആലോചിച്ചു. വീണ്ടും ഞാൻ 2-3 ദിവസം എടുത്തിട്ട് ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെനിക്ക് എന്റെ സ്കിന്നിന് പറ്റിയതല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരിയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ തെറ്റിദ്ധാരണ കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റി ആദ്യം ഡോക്ടർ പറഞ്ഞിട്ടുള്ള ധാരാളം വെള്ളം കുടിക്കുക, ആ ഒരു കാര്യത്തിലോട്ട് വന്ന് ധാരാളം വെള്ളം കുടിക്കാൻ തുടങ്ങി. എൻ്റെ ദാഹത്തിനനുസരിച്ചുള്ള വെള്ളമല്ല, എൻ്റെ സ്കിന്നിൽ എനിക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ, ഈ മൂത്രാശയമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, നമ്മുടെ സ്ത്രീകളാണ് PCOD പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി.
എനിക്കാണെങ്കിൽ ഈ പീരിയഡ്സിന് PCOD ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വെള്ളം കൂടി തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനൊക്കെ എന്ന് വെച്ചാൽ ചുളുങ്ങിയിട്ടുള്ള സ്കിന്നുകളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. നമുക്കിങ്ങനെ വരണ്ടിട്ടുള്ള സ്കിന്നുകൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള സ്കിന്നുകൾ. ആ സ്കിന്നിൽ തന്നെ മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്യാണ്, നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് ബോഡി തിരിച്ചു തരുമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ധാരാളം വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി, ഫ്രൂട്ട്സുകൾ, ആഹാരങ്ങൾ അത് കഴിക്കാൻ തുടങ്ങി. ധാരാളം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നമ്മുടെ വിശപ്പിന് വേണ്ടി മാത്രമല്ല, നമുക്ക് എന്തൊക്കെ വൈറ്റമിൻസുകൾ വേണം, എന്തൊക്കെ പ്രോട്ടീൻസുകൾ വേണം, അതിനനുസരിച്ച് ഫുഡ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് അടിയിലും വെള്ളം കുടിക്കലിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഈ മോയ്സ്ചറൈസറും ഫേസ് വാഷും സൺസ്ക്രീമും വാങ്ങി. അപ്പൊ ഈ സാധനങ്ങള് ഈ 4 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് എന്തായാലും ഇപ്പോൾ ഈ സൺസ്ക്രീമിൽ ഞാൻ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിലും ഫേസ് വാഷിലും 4 കൊല്ലമായിട്ട് സെയിം സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് നല്ല ചേഞ്ചസുകൾ ഉണ്ട്. നമുക്ക് സാധാരണ മാർക്കറ്റിൽ സുലഭമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതും പ്രൈസ് വളരെ കുറവായിട്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുണ്ടാവും, ഹിമാലയന്റെ മോയ്സ്ചറൈസർ, വൈറ്റമിൻ ഇ എന്ന് പറയുന്ന മോയ്സ്ചറൈസർ, കറ്റാർ വാഴയുടെയും അതേപോലെ തന്നെ കുക്കുംബറും ഉള്ള അലോവേരയും കുക്കുംബറും ഉള്ള ഈ ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യണേ. ഇപ്പൊ കഴിയാറായിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കണേ. എത്രയോ കാലമായിട്ട് ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഫേസ് വാഷ് ആണ്. അപ്പൊ ഇത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പ്രിവെൻസ് ഡ്രൈനെസ് എന്ന് കണ്ടോ, പ്രിവെൻസ് ഡ്രൈനെസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നല്ല പ്രൊഡക്റ്റ് ആട്ടോ, ഹിമാലയന്റെ ഈ ഫേസ് വാഷ് നല്ല പ്രൊഡക്റ്റ് ആണ്. ട്രസ്റ്റ് മീ, ഞാൻ ഉപയോഗിച്ച് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ്. ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. ആർക്കെങ്കിലും ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അത് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇത് തീർച്ചയായിട്ടും ഉപയോഗിച്ചോ. അതുപോലെ തന്നെ ഈ പോൺസിന്റെ ഈ ക്രീമും കൂടിയാണ് ഞാൻ ഉപയോഗിക്കാറ്. പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതും ഓൾമോസ്റ്റ് അല്ല, മൊത്തം കഴിഞ്ഞു കേട്ടോ. ഇതിനുള്ളിൽ ഇനി ഒന്നുമില്ല. ഇതിന്റെ ഈ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ മുകളിലുള്ള കുറച്ച് ക്രീം മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മോയ്സ്ചറൈസറും ഈ ഒരു ഫേസ് വാഷും ആണ് ഞാൻ എന്റെ സ്കിന്നിനെ മാറ്റാൻ വേണ്ടി മുഖത്ത് എക്സ്റ്റേണൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഈ 2 സാധനങ്ങൾ. പിന്നെ റീസെന്റ് 2 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഡെർമാക്കോടെ SPF 50 PA++++ ഉള്ള ഈ സൺസ്ക്രീമാണ്. ഇതും അത്യാവശ്യം നല്ല സൺസ്ക്രീമാണ് കേട്ടോ. നല്ല, നമ്മുടെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത, നമ്മുടെ സ്കിന്നിനെ അത്രയും പെട്ടെന്ന് മോയ്സ്ചറൈസേഷനും കൂടി കഴിയുമ്പോൾ ഈ സൺസ്ക്രീമും കൂടി ആവുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അത്രയും 100ൽ 90% എന്നല്ല, 100ൽ 100%ഉം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഈസിലി ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒട്ടും വൈറ്റ് കാസ്റ്റില്ല, ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും ചെയ്യും. നമ്മുടെ സ്കിന്നോട് ഇത് ഒട്ടും ഇത് ഫീൽ ചെയ്യില്ല, ഓയിലി ഫീൽ ചെയ്യില്ല, ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എന്തായത്, എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ആ ഫോട്ടോ കണ്ട സഡൻലി ഷോക്കായി പോകും. എന്തായാലും ഷോക്കായി പോകും. ഒരുപാട് സ്ലിം ആയിരുന്നു ഞാൻ. ഈ ഭക്ഷണമൊക്കെ പ്രോട്ടീൻസിലും കാൽസ്യത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ എനിക്ക് ചേഞ്ചസുകൾ വന്നു. എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ടൈപ്പിലാണ് എൻ്റെ ഫേസ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ സ്കിന്ന്, കൈയും കാലൊക്കെ ഭയങ്കര മെലിഞ്ഞ് ഭയങ്കര ഒട്ടി ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് ഫാറ്റി ആവണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഒന്ന് എന്താ പറയാ, ഒന്ന് നല്ലൊരു സ്ട്രക്ചറിൽ, നല്ലൊരു ബോഡി ഫിറ്റ്നസ് ഉള്ള ഒരാളായിട്ട് മാറാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഒട്ടി ഡ്രൈ ആയി മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ചേഞ്ചസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ടോണുകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ മാറ്റം വരുത്തണം തോന്നിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൽ മാറ്റം വരുത്തി
ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇന്റേണൽ ആയിട്ട് നമുക്ക് പ്രോട്ടീൻസുകൾ, കാൽസ്യംസുകൾ, അതേപോലെ തന്നെ വെള്ളം, ആഹാരം, ഇതിലൊക്കെ ഒരു വിധത്തിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ സ്കിന്നിനും അത് ഒരേപോലെ ബെറ്റർ ആണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബോഡിയിൽ നമുക്ക് ചേഞ്ചസുകൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മെന്റൽ ഹാപ്പിനെസ്, അതേപോലെ തന്നെ മെന്റൽ ഡിപ്രഷൻ, നമുക്ക് വരുന്ന പ്രഷറുകൾ, നമ്മളൊരു ഫാമിലി ലൈഫ് സൈക്കിളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമുക്ക് മെന്റലി പല പ്രോബ്ലംസുകൾ ഉണ്ടായിരിക്കാം. ലൈഫാണ്, നമുക്ക് ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസുകൾ വരും, ഫ്ലക്ച്വേഷൻസുകളൊക്കെ വരും. അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി വീക്കായി പോവും, ചില സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഹാപ്പി ആവും. അങ്ങനെ ഒരുപാട് ചേഞ്ചസുകളൊക്കെ നമ്മുടെ ലൈഫിൽ എന്തായാലും ഓഫ്കോഴ്സ് സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജസുകൾ, നമ്മൾ മെന്റലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്താ പറയാ, നമ്മൾ ഈ മനസ്സമാധാനം ഇല്ലാണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ ശരത്ത് പിടിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ആ ഒരു കാര്യം കേട്ടോ. നമ്മൾ എത്ര ആ സമയത്ത് എന്ത് തന്നെ ഭക്ഷണം കഴിച്ചാലും എന്ത് തന്നെ സ്കിന്നിലോട്ട് ചെയ്താലും ചിലപ്പോൾ അത് നമുക്ക് പുറമെ അത് വരണമെന്നില്ല, പുറമെ നമുക്ക് സ്കിന്നിലെ മാറ്റങ്ങൾ വരണമെന്നില്ല, ശരീരത്തിൽ മാറ്റങ്ങൾ വരണമെന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം മെന്റൽ ഡിപ്രഷനൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യുക. അത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാമിലി ലൈഫ് സൈക്കിൾ, നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ഡിപ്രഷൻസുകൾ എടുക്കാണ്ട്, മെന്റലി നമ്മൾ ഡൗൺ ആയി പോവാണ്ട്, നമ്മളാണ് നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ ഡിപ്രഷൻസുകളും നമ്മുടെ സങ്കടങ്ങളും നമ്മളാണ് എങ്ങനെ അത് എത്രത്തോളം കൺട്രോൾ ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വലിയ ഡിപ്രഷൻ എടുക്കാതിരിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡൗൺ ആയി പോവാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. എപ്പോഴും നമുക്ക് ആകെ കൂടി ഒരു ലൈഫേ ഉള്ളൂ, ആ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ നോക്കുക. നമുക്ക് എന്തായാലും ലൈഫാണ്, അതൊരു സർക്കിളാണ്, അവിടെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. പക്ഷെ നമ്മളായി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതൊരു ഡിപ്രഷനിലോട്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ വീക്കായി പോകും, അപ്പൊ നമ്മുടെ ശരീരവും മനസ്സും ഒരേപോലെ വീക്കാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാതിരിക്കുക. മെന്റൽ ഹാപ്പിനെസ് ഒരുപാട് നമ്മുടെ ശരീരത്തെയും സ്കിന്നിനെയും നമ്മുടെ ബോഡീനെയും ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ഹാപ്പി ആവാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസുകളൊക്കെ വന്നു. സത്യം പറഞ്ഞാൽ ലൈഫിൽ കുറച്ച് ചേഞ്ചസുകൾ വന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറമെ ഹാപ്പി ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ബോഡിയിലും അതൊക്കെ നമുക്ക് റിവീൽ ആവാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടുള്ള ഈ ധാരാളം ഡ്രൈ സ്കിന്നിനെ മാറ്റാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കുക, ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്യുക. ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സുകൾ മീൻസ് ഫൗണ്ടേഷൻസുകൾ, കോമ്പാക്റ്റുകൾ, അങ്ങനെ മാറി മാറി വെവ്വേറെ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രിയൊക്കെ ഒരു സ്കിൻ കെയർ, രാവിലെ ഒരു മോർണിംഗ് സ്കിൻ കെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. പിന്നെ മെന്റൽ ഡിപ്രഷൻസുകൾ, മെന്റൽ പ്രഷറുകൾ, അതിനൊക്കെ ഒരു കൺട്രോൾ വെക്കുക, ഒരു ലിമിറ്റ് വെക്കുക. ലൈഫ് മാക്സിമം ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ എന്തൊക്കെ ടിപ്പുകൾ ചെയ്തപ്പോഴാണ് ഇങ്ങനെ മാറ്റങ്ങൾ വന്നത്, എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ചേഞ്ച് ആയത് എന്ന് ചോദിച്ചതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നുവെച്ചാൽ ചില ആൾക്കാരുണ്ടാവുമല്ലോ ഡ്രൈനെസ് ഒക്കെ അനുഭവിച്ച് സ്കിൻ ടോൺ ഏതാന്ന് അറിയാണ്ട് എന്റെ സ്കിന്നിന് അത് പറ്റില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എല്ലാ ആൾക്കാരും നമ്മുടെ വീഡിയോ ഒരിക്കലും കാണില്ല, നമ്മൾ ആകെ കൂടി കുറച്ച് വീഡിയോസ് ഇതിൽ പോസ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും കാണണമെന്നില്ല. കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കണം. ആര് തന്നെ അങ്ങനെ എൻ്റെ സ്കിൻ ടൈപ്പിന് ഒന്നും സ്യൂട്ട് ആവില്ല എന്ന് വിചാരിച്ച് ഇരിക്കരുത്. എല്ലാവരും അവരുടെ ഒരു സ്കിന്നിലും ഹെൽത്തിലും ഒരുപാട് കോൺഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ
കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പുതുതായിട്ട് അടുത്ത നിതീസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.